നമസ്കാരം. CPMൻ്റെ നിരവധി സൈബർ ഹാൻഡിലുകളിൽ നമ്മുടെ CPM നടത്തിക്കൊണ്ടിരിക്കുന്ന ഗൃഹസന്ദർശന പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ട്രീ കട്ടർ ചാനലിലെ മൊട്ട അരുൺകുമാർ നടത്തുന്ന ഒരു പ്രസംഗം പ്രചരിക്കുന്നത് കണ്ടു. അതിലയാൾ ചോദിക്കുകയാണ്, കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്ത് അവസാന ഘട്ടത്തിൽ ജനങ്ങളെ അഭിമുഖീകരിക്കുവാൻ UDFന് കഴിയുമായിരുന്നോ? ജനങ്ങളിലേക്കിറങ്ങി ഇതുപോലെ CPMനെ പോലെ ആത്മവിശ്വാസത്തോടു കൂടി ചെല്ലുവാനായിട്ട് UDFന് കഴിയുമായിരുന്നോ എന്നൊരു ചോദ്യം ചോദിക്കുകയാണ്. അതിൽ ഓർഗാസം പൂണ്ട സൈബർ കമ്മികളെല്ലാം കൂടി അതങ്ങ് പ്രചരിപ്പിക്കുകയാണ്, ഇത് കഴിയുമായിരുന്നു. ഈ അരുൺകുമാറൊക്കെ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? കള്ളം നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മൾ കണ്ടു. പെൻഷൻ്റെ കാര്യത്തിലും മറ്റ് വിവിധ കാര്യങ്ങളിലും CPMൻ്റെ നാവായിട്ട് ഈ അരുൺകുമാർ അധപ്പതിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അരുൺകുമാർ മറന്നാലും കേരളം മറന്നിട്ടില്ലാത്ത, രാഷ്ട്രീയ കേരളം മറന്നിട്ടില്ലാത്തൊരു കാഴ്ചയുണ്ട്. നീ ജനസമ്പർക്ക പരിപാടി എന്ന് കേട്ടിട്ടുണ്ടോ? നീ മറന്നാലും കേരളം അത് മറക്കില്ല. നിങ്ങളീ പറയുന്ന കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മുഖ്യമന്ത്രി ജനങ്ങളുടെ നടുവിലേക്ക് ഇറങ്ങി നിന്നു, അവരുടെ കാര്യങ്ങൾ കേട്ടു, അവരോട് സംവദിച്ചു, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു, എന്താണ് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുള്ളതെന്ന് ചോദിച്ചു. അങ്ങനെ മണിക്കൂറുകളോളം ജനങ്ങൾക്കിടയിൽ ഇറങ്ങി നിന്ന മുഖ്യമന്ത്രി അന്നത്തെ കാലത്തുണ്ടായിരുന്നു. അവരെവിടെയാണ് ഭയന്നത് ജനങ്ങളെ അഭിമുഖീകരിക്കാൻ? നിങ്ങൾ പറയുന്ന യാതൊരുവിധ പ്രശ്നങ്ങളും വന്ന് ജനങ്ങളോട് സംവദിക്കാൻ UDFനുണ്ടായിട്ടില്ല. ഇപ്പോൾ പോയാൽ CPM ചെന്നാൽ സ്വർണ്ണക്കൊള്ളയെപ്പറ്റിയും ഈ നാട്ടിൽ എന്തുകൊണ്ട് 10 കൊല്ലമായിട്ട് വികസന പ്രവർത്തനം നടക്കുന്നില്ല എന്നും അടക്കമുള്ള നിരവധി ചോദ്യങ്ങൾ അവരോട് ജനങ്ങൾ ചോദിക്കും. എന്നാൽ UDFനോട് അത്തരമൊരു ചോദ്യമില്ലായിരുന്നു. കാരണം അവർക്ക് പറയാൻ നിരവധി കാര്യങ്ങളുണ്ടായിരുന്നു. വിഴിഞ്ഞം പദ്ധതി ഉണ്ടായിരുന്നു, കൊച്ചിൻ മെട്രോ ഉണ്ടായിരുന്നു, കണ്ണൂർ എയർപോർട്ട് ഉണ്ടായിരുന്നു, ഗെയിൽ പദ്ധതി ഉണ്ടായിരുന്നു, 100 കണക്കിന് പുതിയ മേജർ പാലങ്ങളുണ്ടായിരുന്നു. 250ഓളം ചെറിയ പാലങ്ങൾ ഉൾപ്പെടെ 250ഓളം പാലങ്ങൾ, 1000-ലധികം റോഡുകൾ പുനർനിർമ്മിച്ച കഥ അവർക്ക് പറയാനുണ്ടായിരുന്നു. ശിശു മരണനിരക്ക് കുറയ്ക്കാൻ വേണ്ടി പുതിയ 55 നിയോനാറ്റൽ സെൻ്ററുകൾ കൊണ്ടുവന്നത് അവർക്ക് പറയാനുണ്ടായിരുന്നു. എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജുകൾ വന്നത് അവർക്ക് പറയാനുണ്ടായിരുന്നു. സർക്കാർ കോളേജുകൾ പുതിയതായി വന്നത് അവർക്ക് പറയാനുണ്ടായിരുന്നു. ആരോഗ്യ പദ്ധതികളെപ്പറ്റി അവർക്ക് പറയാനുണ്ടായിരുന്നു. കാരുണ്യ പദ്ധതിയെപ്പറ്റി പറയാനുണ്ടായിരുന്നു. ശുചിതരംഗം പദ്ധതിയെപ്പറ്റി പറയുവാനുണ്ടായിരുന്നു. പുതിയതായിട്ട് വരുന്ന സ്കൂൾ കെട്ടിടങ്ങളെപ്പറ്റി പറയുവാനുണ്ടായിരുന്നു. എല്ലാ സ്കൂളുകളിലും സ്മാർട്ട് ക്ലാസ് റൂമുകൾ വന്നതിനെപ്പറ്റി അവർക്ക് പറയുവാനുണ്ടായിരുന്നു. ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത വികസന പ്രവർത്തനങ്ങൾ കൊണ്ട് കേരളത്തിൻ്റെ മുഖം മാറ്റിയ ഉമ്മൻചാണ്ടി സർക്കാരിനെ എപ്പോഴാണ് ജനങ്ങളെ അഭിമുഖീകരിക്കാനായിട്ട് ഭയം തോന്നിയിട്ടുള്ളത്? വെറുതെ വായിൽ തോന്നുന്നത് എന്തെങ്കിലുമൊക്കെ ചാനലിൽ നിന്ന് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയ കേരളം കഴിഞ്ഞതൊക്കെയും മറക്കുമെന്ന് അരുൺകുമാറും വ്യാമോഹിക്കരുത്, CPMും വ്യാമോഹിക്കരുത്.